ഞാനിപ്പോൾ സന്തോഷവാനാണ്. ലെറ്റ്സ് ഡിസ്കസ് ആൻസർ. ഞാനിപ്പോൾ സന്തോഷവാനാണ്. ഐ ആം ഹാപ്പി നൗ. ഇത് വളരെ സിമ്പിളാണ്. നമ്മളുടെ ഇമോഷൻസുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാൻ ആമിൻ്റെ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് കഴിയും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഞാനിപ്പോൾ ദുഃഖിതനാണ്. ഐ ആം സാഡ് നൗ. ഞാനിപ്പോൾ ദേഷ്യത്തിലാണ്. ഐ ആം ആംഗ്രി നൗ. ഇതുപോലെ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ ആമിൻ്റെ ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് പറയാൻ കഴിയും. എനിക്കിപ്പോൾ വിശപ്പുണ്ട്. ഐ ആം ഹംഗ്രി നൗ. എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്. ഐ ആം വെരി ഹംഗ്രി നൗ. ഇവിടെ നമുക്ക് ഐ ആം വെരി ഹംഗ്രിക്ക് പകരം ഐ ആം സ്റ്റാർവിംഗ് നൗ എന്നും പറയാം. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്ര വിശപ്പുണ്ട് എന്നാണെങ്കിൽ ഐ ആം ടു ഹംഗ്രി എന്നാണ് പറയേണ്ടത്. ഇനി നിങ്ങളിൽ ചിലർക്കെങ്കിലും സംശയമുണ്ടാകും, എനിക്ക് വിശപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഹങ്കർ എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞാലും ഗ്രാമാറ്റിക്കലി അത് ശരിയാണ്. പക്ഷേ കോമൺ ആയിട്ട് എനിക്ക് വിശപ്പുണ്ട് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഐ ആം ഹംഗ്രി എന്നാണ്. ശ്രദ്ധിക്കുക, നമ്മൾ മലയാളത്തിൽ പറയുന്ന എല്ലാ സെൻറ്റൻസുകളും അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എനിക്കിപ്പോൾ ദാഹമുണ്ട്. ഐ ആം തേഴ്സ്റ്റി നൗ. ഇനി ഞാനിപ്പോൾ ക്ഷീണിതനാണ്. ഐ ആം ടയേർഡ് നൗ. ഞാനിപ്പോൾ വളരെ ക്ഷീണിതനാണ്. ഐ ആം വെരി ടയേർഡ് നൗ. ഇനി നിങ്ങൾക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത അത്ര ക്ഷീണമുണ്ടെങ്കിൽ ഐ ആം എക്സോസ്റ്റഡ് നൗ എന്നും പറയാം. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ ആരോഗ്യവാനാണ്. കൂട്ടുകാരെ, നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഞാനിപ്പോൾ ആരോഗ്യവാനാണ്. ഐ ആം ഹെൽത്തി നൗ. ഇതും വളരെ സിമ്പിളാണ്. നമുക്ക് മറ്റു കുറച്ച് സെൻറ്റൻസുകളോട് നോക്കാം. ഞാൻ നിരപരാധിയാണ്. ഐ ആം ഇന്നസെൻറ്റ്. എനിക്ക് തെറ്റുപറ്റിയതാണ്. ഐ ആം മിസ്റ്റേക്കൺ. ഹിയർ കംസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഉറപ്പാണ് എനിക്ക് തെറ്റുപറ്റിയതല്ല. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്സ് ആൻസർ. എനിക്ക് ഉറപ്പാണ് എനിക്ക് തെറ്റുപറ്റിയതല്ല. ഐ എം ഷുവർ ഐ എം നോട്ട് മിസ്റ്റേക്കൺ. എനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് നമ്മൾ പറയാൻ പഠിച്ചു. ഐ ആം മിസ്റ്റേക്കൺ. അതിൻ്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഈ ഐ ആം കഴിഞ്ഞൊരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് തെറ്റുപറ്റിയതല്ല. ഐ എം നോട്ട് മിസ്റ്റേക്കൺ. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഡ്രൈവിംഗിൽ താല്പര്യമുണ്ട്. മൂവിങ് ഓൺ ടു ഇറ്റ്സ് ആൻസർ. എനിക്ക് ഡ്രൈവിംഗിൽ താല്പര്യമുണ്ട്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രൈവിംഗ്. ലെറ്റ്സ് ചെക്ക് സം മോർ എക്സാമ്പിൾസ്. എനിക്ക് പാടാൻ താല്പര്യമുണ്ട്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ്. എനിക്ക് ബിസിനസ്സിൽ താല്പര്യമുണ്ട്. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ്. എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളാണ്. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. ഇനി താല്പര്യമില്ല എന്ന് പറയാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു നോട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് പാടാൻ താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ്. എനിക്ക് ബിസിനസ്സിൽ താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ്. എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. ഇവിടെ എല്ലാം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇൻ ആണ്. അനദർ ക്വസ്റ്റ്യൻ ഫോർ യു. ഞാൻ അവനുമായിട്ട് പിണക്കത്തിലാണ്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഞാൻ അവരുമായിട്ട് പിണക്കത്തിലാണ്. ഐ ആം ക്രോസ് വിത്ത് ഹിം. നിങ്ങൾ വേറെ വേർഡ്സും തപ്പി പോകണ്ട, ഈ ക്രോസ് ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ അർത്ഥം ഞാൻ അവനുമായിട്ട് പിണക്കത്തിലാണ് എന്നാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. എനിക്ക് അവനോട് പിണക്കമൊന്നുമില്ല. ഐ എം നോട്ട് ക്രോസ് വിത്ത് ഹിം. ഇനി എനിക്ക് ഒരാളോടും പിണക്കമില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരാളോടും പിണക്കമൊന്നുമില്ല, അങ്ങനെ പറയാനാണെങ്കിൽ ഐ എം നോട്ട് ക്രോസ് വിത്ത് എനി വൺ. അതുപോലെ ഐ ആം നോട്ട് ക്രോസ് വിത്ത് എനിബഡി. ഇനി അതുപോലെ ഐ ആം ക്രോസ് വിത്ത് നോ വൺ. ഇങ്ങനെ 3 രീതിയിൽ ഇത് പറയാം. ഇനി എനിക്ക് ഇവിടെ ആരോടും പിണക്കമില്ല എന്നാണെങ്കിൽ ഈ ഇവിടെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ഹിയർ കൂടി ആഡ് ചെയ്യണം. ഐ എം നോട്ട് ക്രോസ് വിത്ത് എനി വൺ ഹിയർ, ഓർ ഐ എം നോട്ട് ക്രോസ് വിത്ത് എനിബഡി ഹിയർ. ഇനി നിങ്ങളിൽ ആരോടും എനിക്ക് പിണക്കമൊന്നുമില്ല. ഐ എം നോട്ട് ക്രോസ് വിത്ത് എനി വൺ ഓഫ് യു. മൂവിങ് ഓൺ ടു അനദർ ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ ഒരാളെ ഭയക്കുന്നില്ല. ഞാനിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ദ ആൻസർ. ഞാൻ ഒരാളെയും ഭയക്കുന്നില്ല. ഞാനിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഒരാളെയും ഭയക്കുന്നില്ല എന്നുള്ളത് നമുക്ക് 2 രീതിയിൽ പറയാം. ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് എനി വൺ, ഓർ വി ക്യാൻ സേ ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് എനിബഡി. ഇനി ഞാനിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഐ എം വെരി കോൺഫിഡൻ്റ് നൗ. നമുക്ക് കൂടുതൽ സെൻറ്റൻസുകൾ നോക്കാം. എനിക്ക് നിങ്ങളെ ഭയമൊന്നുമില്ല. ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് യു. ഇനി എനിക്കിവിടെ ഒരാളെയും ഭയമില്ല. ഇത് നമുക്ക് 3 രീതിയിൽ പറയാം. ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് എനി വൺ ഹിയർ. ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് എനിബഡി ഹിയർ. ഐ ആം അഫ്രൈഡ് ഓഫ് നോ വൺ ഹിയർ. ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല. ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് എനിത്തിങ്.
ഇപ്പോൾ ഞാനൊന്നിനെ ഭയക്കുന്നില്ല എന്നാണെങ്കിൽ ആ ഇപ്പോൾ കിട്ടാൻ വേണ്ടി നൗ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് എനിത്തിങ് നൗ. എനിക്കിപ്പോൾ അവിടെ പോകാൻ ഭയമാണ്. ഐ ആം അഫ്രൈഡ് ടു ഗോ ദെയർ നൗ. ഐ ആം അഫ്രൈഡ് ടു, അതുപോലെ ഐ ആം അഫ്രൈഡ് ഓഫ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസിനായി ആ ഷോർട്ട് വീഡിയോ കാണുക. യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കമ്മിങ്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. മൂവിങ് ഓൺ ടു ഇറ്റ്സ് ആൻസർ. ഞാൻ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഐ എം വറീഡ് അബൌട്ട് യുവർ ഹെൽത്ത്. ഇനി ഞാൻ നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഐ എം വറീഡ് അബൌട്ട് യുവർ ബിഹേവിയർ. ഇനി ഞാൻ നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് ആശങ്കപ്പെടുന്നു. ഐ എം വറീഡ് അബൌട്ട് യുവർ പെർഫോമൻസ്. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഹാപ്പിയാണ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ്സ് ആൻസർ ഇൻ ഡീറ്റെയിൽ. ഞാനിപ്പോൾ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഹാപ്പിയാണ്. ഐ എം നോട്ട് വറീഡ് അബൌട്ട് എനിത്തിങ്. ഐ എം ഹാപ്പി ഹിയർ നൗ. ശ്രദ്ധിക്കുക, നൗ സെൻറ്റൻസിൽ ഒരിടത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഐ ആം ഹാപ്പി ഹിയർ, ഞാൻ ഇവിടെ സന്തോഷവാനാണ്. ഐ ആം ഹാപ്പി ഹിയർ നൗ, ഞാൻ ഇപ്പോൾ ഇവിടെ സന്തോഷവാനാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. നിങ്ങൾ എന്നെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട, ഞാനിവിടെ സുരക്ഷിതനാണ്. ലെറ്റ്സ് ഡിസ്കസ് ദിസ് ആൻസർ. നിങ്ങൾ എന്നെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട, ഞാനിവിടെ സുരക്ഷിതനാണ്. ഡോണ്ട് വറി അബൌട്ട് മീ, ഐ ആം സേഫ് ഹിയർ. ഇവിടെ യു ഡോണ്ട് വറി അബൌട്ട് മീ, നിങ്ങൾ എന്നെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട, അങ്ങനെ എക്സാക്ട് ട്രാൻസ്ലേഷൻ കൊടുക്കണ്ട. അവിടെ യു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റൊരാൾ പറയുമ്പോൾ ഡോണ്ട് വറി അബൌട്ട് മീ എന്ന് പറഞ്ഞാൽ അത് അണ്ടർസ്റ്റുഡ് ആണ്, അയാളോടാണ് പറഞ്ഞതെന്ന്. ദെർ യു ഗോ ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ എൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ ഉണ്ട്. നിങ്ങൾ എന്നെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. ഡിയേഴ്സ്, നമുക്കതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ ഉണ്ട്. നിങ്ങൾ എന്നെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. ഐ ആം വിത്ത് മൈ കൊളീഗ്സ് നൗ, ഡോണ്ട് വറി അബൌട്ട് മീ. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ കൂടി നോക്കാം. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ ഉണ്ട് ഇപ്പോൾ. ഐ ആം വിത്ത് മൈ പേരൻസ് നൗ. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉണ്ട് ഇപ്പോൾ. ഐ ആം വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ഹിയർ ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് നിങ്ങളോട് ദേഷ്യമാണ്. എനിക്ക് നിങ്ങളോട് ദേഷ്യമാണ്. ഐ ആം ആംഗ്രി വിത്ത് യു. വളരെ സിമ്പിളാണത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സെൻറ്റൻസ് കൂടി നോക്കാം. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഐ എം നോട്ട് ആംഗ്രി വിത്ത് യു. എനിക്കിവിടെ ആരോടും അല്ലെങ്കിൽ എനിക്കിവിടെ ഒരാളോടും ദേഷ്യമൊന്നും തന്നെ ഇല്ല. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഐ എം നോട്ട് ആംഗ്രി വിത്ത് എനിവൺ ഹിയർ, ഓർ വി ക്യാൻ സേ ഐ എം നോട്ട് ആംഗ്രി വിത്ത് എനിബഡി ഹിയർ. ഗെറ്റ് റെഡി ഫോർ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് നിന്നോട് അസൂയയാണ്. ഡിയേഴ്സ്, നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് നിന്നോട് അസൂയാണ്. ഐ ആം ജലസ് ഓഫ് യു. അത് പലരും ഐ ആം ജലസി ഓഫ് യു, അത് തെറ്റാണ്. അതുപോലെ ഐ ആം ജലസ് ടു യു, ഐ ആം ജലസ് വിത്ത് യു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഐ ആം ജലസ് ഓഫ് യു. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസോടെ നോക്കാം. എനിക്ക് അവനോട് അസൂയാണ്. ഐ ആം ജലസ് ഓഫ് ഹിം. എനിക്ക് അവളോട് അസൂയാണ്. ഐ ആം ജലസ് ഓഫ് ഹെർ. എനിക്ക് അവരോട് അസൂയാണ്. ഐ ആം ജലസ് ഓഫ് ദം. എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോട് അസൂയാണ്. ഐ എം ജലസ് ഓഫ് മൈ കൊളീഗ്സ്. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് അസൂയാണ്. ഐ എം ജലസ് ഓഫ് മൈ സിബിലിങ്സ്. ശ്രദ്ധിക്കുക, ഈ സിബിലിങ്സ് എന്ന് പറഞ്ഞത് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നതായിരിക്കും. സഹോദരനും സഹോദരിയും ചേർന്നതാണ്. ഇത് ഒരച്ഛൻ്റെ മക്കളുമാണ്. അതുപോലെ സിബിലിംഗ് എന്നാണ് പറയുന്നതെങ്കിൽ അത് സഹോദരിയാവാം അല്ലെങ്കിൽ സഹോദരനുമാവാം. ലെറ്റ്സ് പ്രൊസീഡ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട്. ഡിയേഴ്സ്, ദിസ് ഇസ് ദ ആൻസർ. എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു. എനിക്ക് അവനെക്കുറിച്ച് അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് ഹിം. എനിക്ക് അവരെക്കുറിച്ച് അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് ദം. ഇനി എനിക്ക് എൻ്റെ തൊട്ടടുത്ത അയൽവാസിയെക്കുറിച്ച് അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് മൈ നെക്സ്റ്റ് ഡോർ നെയ്ബർ. ഈ തൊട്ടടുത്ത അയൽവാസിക്ക് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് നെക്സ്റ്റ് ഡോർ നെയ്ബർ. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ഒട്ടും തന്നെ മടിയനല്ല. ഞാൻ ഒട്ടും തന്നെ മടിയനല്ല. ഐ എം നോട്ട് അറ്റ് ഓൾ ലേസി. ഈ ഒട്ടും തന്നെ എന്ന് കിട്ടാൻ വേണ്ടി അറ്റോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നോക്കാം. ഞാൻ ഒട്ടും തന്നെ ദേഷ്യത്തിലല്ല. ഐ എം നോട്ട് അറ്റ് ഓൾ ആംഗ്രി. ഞാൻ ഒട്ടും തന്നെ സന്തോഷവാനല്ല. ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഞാനിപ്പോൾ ഇവിടെ അല്പം തിരക്കിലാണ്. ഞാനിപ്പോൾ ഇവിടെ അല്പം തിരക്കിലാണ്. ഐ എം എ ലിറ്റിൽ ബിസി ഹിയർ നൗ. ലെറ്റ്സ് ചെക്ക് ദ ആൻസർ ഇൻ മോർ ഡീറ്റെയിൽ. ഞാനൊരല്പം തിരക്കിലാണ് ഇപ്പോൾ ഇവിടെ. ഇത് നമുക്ക് ഇങ്ങനെയും പറയാം, ഐ എം എ ബിറ്റ് ബിസി ഹിയർ നൗ ഓർ ഐ എം എ ലിറ്റിൽ ബിറ്റ് ബിസി ഹിയർ നൗ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഐ എം എ ലിറ്റിൽ ബിസി ഹിയർ എന്ന് പറഞ്ഞാൽ ഞാനൊരല്പം തിരക്കിലാണ് ഇവിടെ. ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഐ ആം എ ലിറ്റിൽ ബിസിക്ക് പകരം ആ ലിറ്റിലിന് മുമ്പിലുള്ള എ ഇല്ലാതെ ഐ ആം ലിറ്റിൽ ബിസി ഹിയർ എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് മൊത്തത്തിൽ അർത്ഥം മാറിപ്പോവും. ഞാനൊരല്പം തിരക്കിലാണ് എന്നുള്ള അർത്ഥം മാറിയിട്ട് ഞാൻ തിരക്കിലാണ് എന്നാൽ അത്രയ്ക്ക് തിരക്കിലല്ല എന്നൊരു സെൻറ്റൻസിലേക്ക് അത് മാറും. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ അല്പസമയത്തേക്ക് ഇവിടെ തിരക്കിലാണ്. ഹിയർ കംസ് ദ ആൻസർ. ഞാൻ അല്പസമയത്തേക്ക് ഇവിടെ തിരക്കിലാണ്. ഐ എം ബിസി ഹിയർ ഫോർ സം ടൈം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഡിഫറെൻറ്റ് സെൻറ്റൻസസോടെ നോക്കാം. അല്പസമയത്തേക്ക് ഞാനിവിടെ ഫ്രീ ആണ്. ഐ ആം ഫ്രീ ഹിയർ ഫോർ സം ടൈം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെക്കാൾ ബിസിയാണ്. ഐ ആം ബിസിയർ ദാൻ യു ഹിയർ നൗ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നിവിടെ അല്പം തിരക്കിലാണ്. ദയവായി നിങ്ങൾ എന്നെ അല്പസമയം കഴിഞ്ഞ് കോൾ ചെയ്തോളൂ. ലെറ്റ്സ് ഡിസ്കസ് ദ ആൻസർ. ഞാൻ ഇന്നിവിടെ അല്പം തിരക്കിലാണ്. ദയവായി നിങ്ങൾ എന്നെ അല്പസമയം കഴിഞ്ഞ് കോൾ ചെയ്തോളൂ. ഐ എം എ ലിറ്റിൽ ബിസി ഹിയർ ടുഡേ. പ്ലീസ് കോൾ മീ ആഫ്റ്റർ സം ടൈം. നമുക്ക് മറ്റ് സെൻറ്റൻസ് കൂടി നോക്കാം. ഞാനിവിടെ എല്ലാ സമയത്തും ബിസിയാണ്. ഐ ആം ഓൾവേസ് ബിസി ഹിയർ. അതുപോലെ മറ്റൊരു സെൻറ്റൻസ് ആണ് ഐ ആം ബിസി ഓൾ ദ ടൈം ഹിയർ. ഇനി ഞാൻ നല്ല തിരക്കിലാണ് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഐ ആം ബിസി ആസ് എ ബി ഹിയർ. ഇനി നമുക്കൊരു സിമ്പിൾ സെൻറ്റൻസിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്. ഞാനിപ്പോൾ ഫ്രീ അല്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആൻസർ. ഐ മീൻ ഐ മീറ്റിംഗ് നൗ. ഐ എം നോട്ട് ഫ്രീ. ഹിയർ ഈസ് യുവർ നെക്സ്റ്റ് വൺ. ഞാൻ ഇന്ന് ഒരല്പം വൈകിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒരല്പം വൈകിയിട്ടുണ്ട്. ഐ എം എ ലിറ്റിൽ ലേറ്റ് ടുഡേ. ഇനി ഐ എം എ ബിറ്റ് ലേറ്റ് ടുഡേ, ഐ എം എ ലിറ്റിൽ ബിറ്റ് ലേറ്റ് ടുഡേ, അങ്ങനെയൊക്കെ പറഞ്ഞാലും ആൻസർ ശരിയാണ്. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ഷമിക്കണം, എനിക്ക് സുഖമില്ല, അതുകൊണ്ട് എനിക്ക് നിന്റെ കൂടെ ഇന്ന് വരാൻ കഴിയില്ല. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ആൻസർ. ക്ഷമിക്കണം, എനിക്ക് സുഖമില്ല, അതുകൊണ്ട് എനിക്ക് നിന്റെ കൂടെ ഇന്ന് വരാൻ കഴിയില്ല. സോറി, ഐ എം നോട്ട് വെൽ, സോ ഐ എം നോട്ട് ഏബിൾ ടു കം വിത്ത് യു ടുഡേ. നമുക്ക് ഇതിൻ്റെ മറ്റ് സെൻറ്റൻസുകളിലേക്ക് കൂടെ പോകാം. എനിക്ക് സുഖമില്ല എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന മറ്റ് സെൻറ്റൻസുകളാണ് ഐ ആം സിക്ക്, ഐ ആം ഇൽ, ഐ ആം അൺവെൽ. അതുപോലെ ഐ ആം നോട്ട് ഏബിൾ ടു കം വിത്ത് യു ടുഡേ. ഇതിന് പകരം നമുക്ക് ഐ ആം അൺഏബിൾ ടു കം വിത്ത് യു ടുഡേ ഇങ്ങനെയും പറയാം. അനദർ ക്വസ്റ്റ്യൻ ഫോർ യു. ക്ഷമിക്കണം, എനിക്കിപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ക്ഷമിക്കണം, എനിക്കിപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോറി, ഐ എം നോട്ട് ഏബിൾ ടു കോണ്ടാക്ട് ദം നൗ. ഓർ വി ക്യാൻ സേ സോറി, ഐ ആം അൺഏബിൾ ടു കോണ്ടാക്ട് ദം നൗ. നെക്സ്റ്റ് വൺ. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യാൻ തയ്യാറല്ല. ലെറ്റ്സ് ചെക്ക് ദ ആൻസർ. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യാൻ തയ്യാറല്ല. സോറി, ഐ എം നോട്ട് റെഡി ടു അപ്പോയിന്റ് യു ഹിയർ നൗ. ഇനി ക്ഷമിക്കണം, ഞാനിപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ തയ്യാറല്ല. സോറി, ഐ എം നോട്ട് റെഡി ടു ജോയിൻ ദെയർ നൗ. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ഷമിക്കണം, ഞാനിപ്പോൾ അവിടെ വെച്ചൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കോൺഫിഡൻ്റ് അല്ല. മൂവിങ് ഓൺ ടു ഇറ്റ്സ് ആൻസർ. ക്ഷമിക്കണം, ഞാനിപ്പോൾ അവിടെ വെച്ചൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കോൺഫിഡൻ്റ് അല്ല. സോറി, ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ടു അറ്റൻഡ് ആൻ ഇന്റർവ്യൂ ദെയർ നൗ. നമുക്കിതുമായി ബന്ധപ്പെട്ട മറ്റ് സെൻറ്റൻസുകൾ കൂടി നോക്കാം. ഇവിടെ വർക്ക് ചെയ്യാൻ ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഐ എം കോൺഫിഡൻറ്റ് ടു വർക്ക് ഹിയർ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയാനാണെങ്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വർക്ക് ചെയ്യാൻ ഞാൻ കോൺഫിഡൻ്റ് അല്ല. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ടു വർക്ക് ഹിയർ. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ഷമിക്കണം, ഒരു മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഭവ സമ്പത്തുള്ള ആളല്ല. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോകാം. ക്ഷമിക്കണം, ഒരു മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഭവ സമ്പത്തുള്ള ആൾ അല്ല. സോറി, ഐ എം നോട്ട് എക്സ്പീരിയൻസ്ഡ് ആസ് എ മാനേജർ. നമുക്കിതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഒരു അക്കൗണ്ടൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഭവ സമ്പത്തുള്ള ആളല്ല.
ഐ എം നോട്ട് എക്സ്പീരിയൻസ്ഡ് ആസ് ആൻ അക്കൗണ്ടൻറ്റ്. ഒരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഭവ സമ്പത്തുള്ള ആളല്ല. ഐ എം നോട്ട് എക്സ്പീരിയൻസ്ഡ് ആസ് എ ഡ്രൈവർ. ഒരു സെയിൽസ്മാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഭവ സമ്പത്തുള്ള ആളല്ല. ഐ എം നോട്ട് എക്സ്പീരിയൻസ്ഡ് ആസ് എ സെയിൽസ്മാൻ. ഇനി അനുഭവ സമ്പത്തുള്ള ആളാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയ ആളാണ് എന്ന് പറയാൻ നോട്ട് ഒഴിവാക്കിയിട്ട് പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരു അക്കൗണ്ടൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഭവ സമ്പത്തുള്ള ആളാണ്. ഐ ആം എക്സ്പീരിയൻസ്ഡ് ആസ് ആൻ അക്കൗണ്ടൻറ്റ്. ഒരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഭവ സമ്പത്തുള്ള ആളാണ്. ഐ ആം എക്സ്പീരിയൻസ്ഡ് ആസ് എ ഡ്രൈവർ. ഒരു സെയിൽസ്മാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഭവ സമ്പത്തുള്ള ആളാണ്. ഐ ആം എക്സ്പീരിയൻസ്ഡ് ആസ് എ സെയിൽസ്മാൻ. നമുക്ക് ഈ പാറ്റേൺ കൂടുതൽ സെൻറ്റൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ക്ഷമിക്കണം, ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ തയ്യാറല്ല, കാരണം ഞാൻ ഈ ഫീൽഡിൽ അനുഭവ സമ്പത്തുള്ള ആൾ അല്ല. ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ തയ്യാറല്ല, കാരണം ഞാൻ ഈ ഫീൽഡിൽ അനുഭവ സമ്പത്തുള്ള ആൾ അല്ല. ഇറ്റ്സ് വെരി ഈസി. സോറി, ഐ എം നോട്ട് റെഡി ടു ജോയിൻ ദെയർ ബിക്കോസ് ഐ എം നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് ഫീൽഡ്. ഹിയർ കംസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ സർവീസിൽ തൃപ്തനല്ല. ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ സർവീസിൽ തൃപ്തനല്ല. സോറി, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സർവീസ്. ഇനി ഞാൻ നിങ്ങളുടെ സർവീസിൽ പൂർണ്ണമായും തൃപ്തനാണ്. ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സർവീസ്. യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കമ്മിങ്. ഇവിടെ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. ഡിയേഴ്സ്, നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. ഐ ആം ഹാപ്പി ടു വർക്ക് ഹിയർ. നമുക്കിനി പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസിലേക്ക് പോവാം. ഇവിടെ താമസിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ഐ ആം ഹാപ്പി ടു സ്റ്റേ ഹിയർ. ഇനി രണ്ടാമത്തത്, ഐ ആം ഹാപ്പി ടു ലീവ് ഹിയർ. എന്നാൽ ഇത് രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. താമസിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സ്റ്റേയും ലീവും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ താമസിക്കുന്ന വീട് പോലെയുള്ള ഒരു സെറ്റപ്പിൽ സ്ഥിരമായി താമസിക്കുക എന്നുള്ള അർത്ഥത്തിൽ ലീവും, എന്നാൽ ജോലിയുടെയോ അല്ലെങ്കിൽ ഒരു യാത്രയുടെയോ മറ്റോ ഭാഗമായി ലോഡ്ജ് പോലെ മറ്റെവിടെയെങ്കിലും താൽക്കാലികമായി താമസിക്കുക എന്നുള്ള അർത്ഥത്തിൽ സ്റ്റേയുമാണ് ഉപയോഗിക്കേണ്ടത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് അനദർ ക്വസ്റ്റ്യൻ. ഇന്ന് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഞാനാണ്. നമ്മൾ ആവേശം വരുമ്പോഴൊക്കെ പെട്ടെന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഞാനാണ്. ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ടുഡേ. അപ്പം നമുക്ക് മറ്റ് സെൻറ്റൻസുകളിലൂടെ പോവാം. ഞാനാണ് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ. ഐ ആം ദ വെൽത്തിയസ്റ്റ് പേഴ്സൺ ഇൻ മൈ ഫാമിലി. ഇനി ഞാനാണ് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ. ഐ ആം ദ പുവറസ്റ്റ് പേഴ്സൺ ഇൻ മൈ ഫാമിലി. ഡിയേഴ്സ്, മൂവിങ് ഓൺ ടു എ ന്യൂ ക്വസ്റ്റ്യൻ. അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. ഐ എം റെഡി ടു ടോക്ക് ടു യു അബൌട്ട് ഇറ്റ്. ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ദ ആൻസർ ഇൻ മോർ ഡീറ്റെയിൽ. ഐ എം റെഡി ടു ടോക്ക് ടു യു അബൌട്ട് ഇറ്റ്. ഈ ടോക്കിന് പകരം നമുക്ക് സ്പീക്കും ഉപയോഗിക്കാം. ഐ എം റെഡി ടു സ്പീക്ക് ടു യു അബൌട്ട് ഇറ്റ്. എന്നാൽ ഈ ടോക്കും സ്പീക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ടോക്ക് ഇൻഫോർമൽ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മുടെ സുഹൃത്തുക്കൾ, പരസ്പരം അടുപ്പമുള്ള ആളുകൾ എന്നിവരോട് സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ടോക്കാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ സ്പീക്ക് ഫോർമൽ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഒഫീഷ്യൽ സെറ്റപ്പിൽ, അതായത് നമ്മുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ എന്നിവരോട് സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിൽ സ്പീക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ടെല്ലും ഉപയോഗിക്കാം. അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ തയ്യാറാണ്. ഐ എം റെഡി ടു ടെൽ യു അബൌട്ട് ഇറ്റ്. അതേക്കുറിച്ച് ഞാൻ അവനോട് പറയുവാൻ തയ്യാറാണ്. ഐ എം റെഡി ടു ടെൽ ഹിം അബൌട്ട് ഇറ്റ്. അതേക്കുറിച്ച് ഞാൻ അവളോട് പറയുവാൻ തയ്യാറാണ്. ഐ എം റെഡി ടു ടെൽ ഹർ അബൌട്ട് ഇറ്റ്. അനദർ ക്വസ്റ്റ്യൻ ഫോർ യു. ഞാനുണ്ട് ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട്. ഞാനിവിടെ ആദ്യമായിട്ടൊന്നുമല്ല. മൂവിങ് ഓൺ ടു ഇറ്റ്സ് ആൻസർ. ഞാനുണ്ട് ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട്. ഞാനിവിടെ ആദ്യമായിട്ടൊന്നുമല്ല. ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. ഐ ആം നോട്ട് ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം. നമുക്ക് ആ സെൻറ്റൻസിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇനി ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഐ ആം ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം. നിങ്ങൾക്ക് ഇനി ഒരു ബോണസ് ടിപ്പ് തരാം. ഐ ആം ഫസ്റ്റ് ടൈം ഹിയർ എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആശയം കൺവിൻസ്ഡ് ആകുമെങ്കിലും ഗ്രാമാറ്റിക്കലി അത് കറക്റ്റല്ല. ഞാനിവിടെ ആദ്യമായിട്ടാണ് എന്ന് പറയുമ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ പറയാം. ഐ ആം ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. എ സിമ്പിൾ ക്വസ്റ്റ്യൻ ഫോർ യു. ഞാൻ നിങ്ങളെക്കാൾ ചെറുപ്പമാണ്.
ഞാൻ നിങ്ങളെക്കാൾ ചെറുപ്പമാണ്. ഐ ആം യങ്ങർ ദാൻ യു. നമുക്കിനി മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമ്പിളിലേക്ക് പോകാം. എനിക്ക് നിങ്ങളെക്കാൾ പ്രായമുണ്ട്. ഐ ആം ഓൾഡർ ദാൻ യു. ഐ ആം എൽഡർ ദാൻ യു എന്ന് പലരും ഇതിന് പറയാറുണ്ട്. അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യേ ആണ്. ഞാനിപ്പോൾ എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യയാണ്. ഐ എം ഓൺ ദ വേ ടു ദ എയർപോർട്ട് നൗ. നമ്മൾ ആമിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഇതേ പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. സംശയമുള്ളവർ ആ വീഡിയോയും കൂടെ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. ലെറ്റ്സ് മൂവ് ഓൺ ടു സം മോർ എക്സാമ്പിൾസ്. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രാമധ്യയാണ്. ഐ എം ഓൺ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ നൗ. ഞാനിപ്പോൾ ഓഫീസിലേക്കുള്ള യാത്രാമധ്യയാണ്. ഐ എം ഓൺ ദ വേ ടു ദ ഓഫീസ് നൗ. ഞാനിപ്പോൾ വീട്ടിലേക്കുള്ള യാത്രാമധ്യയാണ്. ഐ എം ഓൺ ദ വേ ഹോം നൗ. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻ്റ് ആണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കോൺഫിഡൻ്റ് ആണ്. ഐ ആം കോൺഫിഡൻറ്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ് നൗ.